സാർ, ഡൽഹി കലാപത്തിലെ ഒരു പ്രതിയെ ഒവൈസി ഡൽഹിയിൽ സ്ഥാനാർത്ഥിയാക്കി. ഇപ്പോൾ കേൾക്കുന്നു അതേ കലാപത്തിൽപ്പെട്ട മറ്റൊരു പ്രതിയെ കോൺഗ്രസും സ്ഥാനാർത്ഥിയാക്കുന്നു. കോൺഗ്രസ് ഈ UAPA ഒക്കെ ചുമത്തിയിട്ട് 2 കൊല്ലം ജയിലിൽ കിടന്നിരുന്ന ഇസ്രത്ത് ജഹാനെ ഓക്ല മണ്ഡലത്തിൽ നിന്ന് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. അത് മുസ്ലിം സ്വാധീനമുള്ള മണ്ഡലമാണ് ഓക്ല. അപ്പോൾ അവിടെ നിന്നാണ് ഇസ്രത്ത് ജഹാൻ വരുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നത്. AIMIM ഒവൈസിയുടെ പാർട്ടി ഈ ഡൽഹി കലാപത്തിൽ ഷഹീൻ ബാഗിലൊക്കെ മുഖ്യപ്രതി, അയാളുടെ വീട്ടിൽ നിന്നാണ് ഈ പെട്രോൾ മറ്റേ ബോംബുകളും ഒക്കെ ശേഖരിച്ചിരുന്നത്. താഹിർ ഹുസൈൻ ജയിലിലാണ്. പക്ഷെ ജയിലിൽ നിന്ന് അയാളെ സ്ഥാനാർത്ഥി ആക്കുകയാണ് ഒവൈസി ചെയ്തത്. അത് മുസ്തഫാബാദിൽ നിന്നാണ് താഹിർ ഹുസൈൻ സ്ഥാനാർത്ഥി ആയിരിക്കുന്നത്. അത് ഈ ആപ്പ് ഇപ്പോൾ ഹിന്ദുത്വ സ്വീകരിച്ചു വരികയാണല്ലോ കഴിഞ്ഞ കുറേ നാളായിട്ട്. ഹനുമാൻ ഭക്തനാണ് കെജ്രിവാൾ. ഹനുമാൻ ചാലീസ എപ്പോഴും ചൊല്ലും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ പൂജാരിമാർക്കും ഹിന്ദു പൂജാരിമാർക്കും സിഖ് ഗ്രന്ഥികൾക്കും 18,000 രൂപ ഓണറേറിയം എല്ലാ മാസവും കൊടുക്കുമെന്ന് പറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനവും ഇപ്പോൾ ആപ്പിൻ്റെ വകയുണ്ട്. അപ്പോൾ അങ്ങേര് ഹിന്ദു പ്രീണനം കൂടി തുടങ്ങിയപ്പോൾ ആപ്പ് എന്നാൽ പിന്നെ നമുക്ക് മുസ്ലിം പ്രീണനമാകാം എന്ന് കോൺഗ്രസും കൂടി കരുതുകയാണ്. അങ്ങനെയാണ് ഇസ്രത്ത് ജഹാനെ സ്ഥാനാർത്ഥിയാക്കാം എന്നുള്ള ആലോചന. ഡൽഹിയിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ മുസ്ലിം ഭൂരിപക്ഷമുള്ളതാണ്. അതിലൊന്നാണ് ഇസ്രത്ത് ജഹാനെ പരിഗണിക്കുന്ന ഓക്ല. 2011 ഈ നഗരത്തിൽ ജനസംഖ്യ, മുസ്ലിങ്ങളുടെ ജനസംഖ്യ 12.86% 2011 സെൻസസ് അനുസരിച്ച് ഡൽഹി നഗരത്തിൽ മുസ്ലിം ജനസംഖ്യ 12.86%. മോശമല്ല. സീലംപൂർ, ബാബർപൂർ, ചാന്ദിനി ചൗക്ക്, മാറ്റിയ മഹൽ ഇതൊക്കെ ആണ് ബാക്കി. മറ്റേ ഇയാൾ താഹിർ ഹുസൈൻ നിൽക്കുന്നതും ഇസ്രത്ത് ജഹാനെ പരിഗണിക്കുന്നത് ഒഴിച്ചാൽ ബാക്കിയുള്ള മുസ്ലിം മണ്ഡലപ്രദേശങ്ങൾ, ഭൂരിപക്ഷ മണ്ഡലപ്രദേശങ്ങളാണ് ഇതൊക്കെ. സീലംപൂർ, ബാബർപൂർ, ചാന്ദിനി ചൗക്ക്, മാട്ടിയ മഹൽ. 2015 മുതൽ ഈ ഓക്ല ആപ്പിൻ്റെ അമാനുള്ള ഖാൻ ജയിക്കുന്ന സ്ഥലമാണ്. ഇപ്പം ആപ്പിൻ്റെ സ്ഥിതി പരിതാപകരാണല്ലോ. മുസ്ലിങ്ങൾ ആപ്പിനെ കൈവിടുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസിൻ്റെ പിന്നെ ആസിഫ് മുഹമ്മദ് ഖാനും പർവേസ് ഹാഷ്മിയും അവിടുന്ന് മുമ്പ് ജയിച്ചിട്ടുണ്ട്. ഈ പർവേസ് ഹാഷ്മിയുടെ മകൻ്റെ ഭാര്യ ആണ് ഇസ്രത്ത് ജഹാൻ. അപ്പോൾ ഒരു രാഷ്ട്രീയ കുടുംബമാണ്. മാത്രമല്ല ഇസ്രത്ത് ജഹാൻ അവിടുന്ന് കൗൺസിലറായിട്ടുണ്ട് കോർപ്പറേഷനിൽ 2 വർഷം. അവർ മറ്റേ കൗൺസിലറായിട്ടുണ്ട് ഇതിനു മുമ്പ്. ഈ 2 വർഷം ജയിലിലാവുമ്പോഴും ഒക്കെ കൗൺസിലറാണ്. ഈ ഹാഷ്മിയുടെ മകൻ്റെ ഭാര്യയാണ് ഇസ്രത്ത് ജഹാൻ. ഹാഷ്മി കോൺഗ്രസിൻ്റെ രാജ്യസഭാ അംഗമാണിപ്പോൾ. ആസിഫ് ഖാൻ്റെ മകൻ അരിബ ഖാൻ 2022 കൗൺസിലറായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ ഈ അരിബ ഖാനെയും ഇസ്രത്ത് ജഹാനെ അല്ലെങ്കിൽ ഈ അരിബ ഖാൻ ആയിരിക്കാം എന്നുള്ളൊരു അവസ്ഥയും ഉണ്ട്. അപ്പോൾ 70 മണ്ഡലങ്ങളാണ്. അതിൽ 47 പേരെ കോൺഗ്രസ് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി 23 പേരെയാണ് പ്രഖ്യാപിക്കാനുള്ളത്. അതിലാണ് ഇസ്രത്ത് ജഹാനെ പരിഗണിക്കുന്നത്. അപ്പോൾ 2022 മാർച്ചിൽ ഇസ്രത്ത് ജഹാന് ജാമ്യം കിട്ടിയിരുന്നു. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ആ ജാമ്യം കൊടുക്കുമ്പോൾ ആ വിധിയിൽ പറഞ്ഞിരുന്നു ഇവർ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ കലാപം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇവരൊരു ഈ ഗ്രൂപ്പിലും ആപ്പുകളൊക്കെ ഉണ്ടല്ലോ അതിലൊന്നും അവരംഗമായിരുന്നില്ല.
CCTV ഫുട്ടേജിലൊന്നും അവരെ കാണുന്നില്ല, അവർക്ക് ഫോൺ കോളുകളൊന്നും വന്നതായിട്ട് കോൾ ലിസ്റ്റിൽ കാണുന്നില്ല എന്നൊക്കെയാണ് ജാമ്യം കൊടുക്കുമ്പോഴുള്ള വിധിയിൽ പറഞ്ഞിരുന്നത്. ഗൂഢാലോചന യോഗങ്ങളിൽ അവർ പങ്കെടുത്തിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ജാമ്യ മറ്റേ വിധിയിൽ. താഹിർ ഹുസൈനെ ഈ ആപ്പ് പുറത്താക്കിയിരുന്നു. ഈ കലാപത്തിൽ പങ്ക് വ്യക്തമായതിനെ തുടർന്ന് ഒരുപാട് ദൃശ്യങ്ങൾ വന്നിരുന്നല്ലോ. അയാൾ വീടിൻ്റെ മുകളിൽ ഓടി നടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങളും ഒക്കെ വന്നിരുന്നു. കഴിഞ്ഞ മെയ്യിൽ ഒരു കേസിൽ അയാൾക്ക് ജാമ്യം കിട്ടിയിരുന്നു. മറ്റ് കേസുകളിൽ ജാമ്യം കിട്ടാതെ 3 കൊല്ലമായിട്ട് ജയിലിലാണ് അയാൾ. മുസ്ലിം വോട്ടർമാർക്ക് പൊതുവെ ആപ്പിനെ മടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതിന് കാരണം 2020 ഫെബ്രുവരിയിലെ കലാപകാലത്ത് പൊതുവെ മൗനം പാലിച്ചു എന്നുള്ളതാണ്. 53 പേര് അന്ന് കൊല്ലപ്പെട്ടിരുന്നു. 38 പേര് സമാധാന മതത്തിൽപ്പെട്ടവരായിരുന്നു. 15 ഹിന്ദുക്കളും. ഷഹീൻ ബാഗിൽ ഈ CIA പ്രക്ഷോഭകാലത്തായിരുന്നു ഈ കലാപമൊക്കെ നടന്നിരുന്നത്. കെജ്രിവാൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രോ ഹിന്ദു അനുകൂല പോക്കാണിപ്പോൾ. ഹനുമാൻ ചാലീസ, ഈ പൂജാരിമാർക്ക് ശമ്പളം ഒക്കെ ആയിട്ട് ശോഭായാത്രകൾ, പിന്നെ ലക്ഷ്മി പൂജ, ഒരെണ്ണം ടെലിവൈസ് ചെയ്തൊരു ലക്ഷ്മി പൂജയൊക്കെ നടത്തിയിരുന്നു അയാൾ. ചിലപ്പോൾ ജ്യോത്സ്യന്മാരെയൊക്കെ കാണുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ചരടൊക്കെ കിട്ടുന്നുണ്ടാവുമായിരിക്കും ചിലപ്പോൾ. ആപ്പ് നേതാവ് ജാസ്മിൻ ഷാ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡൽഹി മോഡൽ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയ നേതാവാണ് ആപ്പ് നേതാവ് ജാസ്മിൻ ഷാ. അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കെജ്രിവാൾ സ്വതവേ ഹനുമാൻ ഭക്തനാണ്, അവർ ജെയിൻ ആണ്. അപ്പോൾ ആപ്പിന് അങ്ങനെ മതപരമായ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ സെക്കുലറൊന്നുമില്ല ആപ്പ്. ആർക്ക് വേണമെങ്കിൽ അവരവരുടേതായ മതവിശ്വാസമാകാം, രാഷ്ട്രീയത്തിലും മതമാകാം എന്നൊക്കെയാണ് ആപ്പ് വിശ്വസിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. 2022 കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ആകെ കിട്ടിയിരുന്നത് 9 സീറ്റാണ്. 7 മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നിന്നായിരുന്നു. അപ്പോൾ ശകലം മുസ്ലിം സ്വാധീനം കോൺഗ്രസ്സിന് അവിടെ ഉണ്ട് എന്ന് വേണം കരുതാൻ. 2013 കോൺഗ്രസ്സിന് 8 സീറ്റ് ഉണ്ടായിരുന്നു, അതിൽ 4 മുസ്ലിമായിരുന്നു. 2015 2020 0 സീറ്റായിരുന്നു. അതാണ്. അപ്പോൾ കുറച്ച് മുസ്ലിം ബാക്കി കിടപ്പുണ്ട് അവിടെ. അപ്പോൾ ഈ കോൺഗ്രസും ഈ പറയുന്ന ന്യൂനപക്ഷത്തെ അവിടെ പ്രീണിപ്പിച്ചല്ലേ ഞങ്ങളൊന്ന് വിചാരിച്ചാൽ കിട്ടുമെന്നുള്ളത് രാജ്യ തലസ്ഥാനത്ത് ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ് അല്ലേ? അതിപ്പോൾ 2013 ഇയാൾ മൻമോഹൻ സിംഗ് കാലാവധി തീരുന്നതിന് തൊട്ട് മുമ്പ് പ്രധാനപ്പെട്ട കുറേ പ്രോപ്പർട്ടികൾ ഏതാണ്ട് ഒരു 200 മറ്റേ വഖഫ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരുന്നല്ലോ. അത് ഡൽഹിയിൽ അത് മുസ്ലിങ്ങളുടെ സംഘടനകളുടെ ഒരു ഡിമാൻഡായിരുന്നു. അങ്ങനെ തന്നാൽ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് വോട്ട് തരാം എന്നുള്ളത്. മാത്രമല്ല അങ്ങേര് ഈ ദേശീയ വികസന സമിതി യോഗത്തിലെ പ്രകൃതി വിഭവങ്ങളുടെ ആദ്യ ഉപഭോക്താക്കൾ മുസ്ലിങ്ങളായിരിക്കണം എന്നൊരു പ്രസംഗവും നടത്തിയിരുന്നല്ലോ. ന്യൂനപക്ഷങ്ങളായിരിക്കണം. അതാണ് ഈ മോദി മോദി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ പ്രസംഗം കോട്ട് ചെയ്തിരുന്നു. കാരണം പണ്ട് ഗുജറാത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായിരുന്ന മോദി ദേശീയ വികസന യോഗത്തിലൊക്കെ പങ്കെടുക്കുമായിരുന്നല്ലോ. ഇത്തരം പ്രസംഗങ്ങളൊക്കെ ധാരാളം കേട്ടു ശീലമുണ്ടല്ലോ മോദിക്ക്. മൻമോഹൻ സിംഗിൻ്റെ പ്രകൃതി വിഭവങ്ങളുടെ സ്വാഭാവിക ഉപഭോക്താക്കൾ അല്ലേ, അവകാശികൾ മുസ്ലിങ്ങളാണ് എന്നാണ് മൻമോഹൻ സിംഗ്. അപ്പോൾ ഇവിടെ ഈ ഒവൈസി നേരത്തെ മുതൽ ഇത്തരത്തിലുള്ള ഞാനൊന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായും മൻമോഹൻ സിംഗിന് സ്മാരകം വേണ്ടതാണ്. അത് വേണ്ടതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് സാറേ, ഈ ഒവൈസി നേരത്തെ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇലക്ഷനൊക്കെ നിർത്തുന്നു. അപ്പോൾ ഇയാൾ ഡൽഹിയിലും ഇത്തരത്തിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്നല്ലേ ഇതിൽ നിന്ന് ഒരു മനസ്സിലാക്കണം? അതൊരു തെറ്റായ അയാൾ ഞാൻ ആ റിപ്പോർട്ടുകളിലൊക്കെ കണ്ടതെന്ന് വെച്ചാൽ ഈ കോൺഗ്രസിനും ആപ്പിനും, പ്രത്യേകിച്ച് ആപ്പിന് മുസ്ലിങ്ങളിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടത് ഓരോ സ്ഥലത്തും മുസ്ലിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണല്ലോ ഒവൈസി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അമ്പലമായാലും കൊള്ളാം, എവിടെയായാലും കൊള്ളാം. കുറെ കാലം IS അനുകൂലിച്ച് നടന്നിട്ടുള്ള ഒരാളായി ഒവൈസി.
അപ്പോൾ ഒവൈസിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ബോധം മുസ്ലിങ്ങളെ സംബന്ധിച്ച് അയാൾക്കുണ്ടാവും. അപ്പോൾ പിന്നെ അയാൾക്ക് ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ വലിയ സന്തോഷമുള്ള ആളാണ്. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു അല്ലേ, ഇതൊക്കെ വലിയ സന്തോഷമാണ് അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ ഈ ആപ്പിന് മുസ്ലിം പിന്തുണ പോയിട്ടുണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട് ഒവൈസി. അതിൽ നിന്നാണ് നമ്മളും മനസ്സിലാക്കേണ്ടത്. ആപ്പിന്റെ പിന്തുണ കുറഞ്ഞപ്പോൾ അതിനെ എടുക്കാവുന്നല്ലേ. അപ്പോൾ താഹിർ ഹുസൈനെ നിർത്തിക്കഴിഞ്ഞാൽ അവൻ ഹിന്ദുക്കൾക്കെതിരെ നിലകൊണ്ടവനാണല്ലോ. അപ്പോൾ ആ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് മുസ്തഫാബാദ്. അപ്പോൾ മുസ്ലിങ്ങൾ മുഴുവൻ അവിടെ ചിലപ്പോൾ ഇയാൾക്ക് വോട്ട് ചെയ്തിട്ടേ ഇതുവരെ സീറ്റ് കിട്ടാത്ത സ്ഥലത്തൊരു സീറ്റ് കിട്ടുമോ എന്ന് നോക്കുകയാണോ ഒവൈസി. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുകയാണ് അയാൾ. അതെ, ഈ ഡൽഹിയിൽ ഇത് രണ്ടും ഫലിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഏത് ഈ പറയുന്ന കോൺഗ്രസിന്റെയും ഒവൈസിയുടെയും ഒരു നീക്കം ഉണ്ടല്ലോ, അത് സക്സസ് ആകുമെന്ന് തോന്നുന്നുണ്ടോ ഈ നിയമസഭ? എനിക്ക് തോന്നുന്ന കാര്യം പറയാം. അതായത് മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമായിരുന്നു കുന്ദർക്കി, ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ 3 മുസ്ലിം സ്ഥാനാർത്ഥികൾ, 3 പാർട്ടികളുടെ, പിന്നെ ഒരു BJP സ്ഥാനാർത്ഥി. എന്നിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചു. ആസാമിലൊരു സ്ഥലത്ത് സ്ഥിരമായി മുസ്ലിം ഭൂരിപക്ഷ സ്ഥലം BJP ജയിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ. ആ MLA ആയിരുന്ന ആള് മുസ്ലിം മറ്റേ 94% ഭൂരിപക്ഷം മുസ്ലിം മറ്റേ ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലമില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. MP ആയിട്ട് പോയി അയാൾ MLA. അയാളുടെ മകൻ നിന്നു, ദിബ്രു എന്നോ പറ്റോ ആണ് ആ മണ്ഡലത്തിന്റെ പേര്. മറ്റേ മകൻ തോറ്റുപോയി, അവിടെ BJP ജയിച്ചു. ഇപ്പോൾ അപ്പോൾ മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് മുസ്ലിം പ്രീണനം നടത്തിയിരുന്ന ആളുകൾ മുഴുവൻ കാപട്യമാണ് കാണിച്ചതെന്ന് മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണല്ലോ കുന്ദർക്കിയിലും ആസാമിലും ജയിച്ചത് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ. മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിലെ കാര്യമാണ് ഞാനീ പറയുന്നത് BJP ജയിച്ചത്. അവരുടെ കപടത മനസ്സിലാവുന്നുണ്ടോ എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഈ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിലുമൊക്കെ BJP ജയിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. ഒവൈസിക്ക് എന്ത് കാര്യം ഡൽഹിയിൽ? അവിടുത്തെ ജനങ്ങൾക്കൊന്നും ഒവൈസിയെ പറ്റിയൊന്നും വലിയ അഭിപ്രായമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. പിന്നെ ഇയാൾ കലാപകാരിയാണല്ലോ, മനുഷ്യർ സമാധാനമല്ലേ ആഗ്രഹിക്കുന്നത്, അത് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.